ഹായ് ഗായ്സ്, അപ്പം ഞാൻ ഇന്ന് പോകുന്നത് ഫേവറേറ്റ് ഷോപ്പിംഗ് ഓഫ് ദ ഇയറിലേക്കാണ് കേട്ടോ. ഞാൻ നിങ്ങളെയും കൂടെ കൊണ്ടുപോകാം. അപ്പം ഞാൻ പോകുന്നത് കോസ്മെറ്റിക്സിൻ്റെ ഷോപ്പിങ്ങിനാണ്. ഇയർ എൻഡിലാണ് ഞാനത് പോയി വാങ്ങിക്കാറുള്ളത്. കാരണം അനൂപ് നോൺസ്ട്രോമിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഇയർ എൻഡിങ്ങിൽ ഒരു 40% ഡിസ്കൗണ്ടും ഉണ്ട്. മാത്രമല്ല ബ്രാൻഡഡ് പ്രോഡക്ട്സുമാണ്. നോൺസ്ട്രോം എന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിൽ ഈ ഒരു ടൈമിലാണ് നമുക്കൊക്കെ അഫോർഡബിളായിട്ട് മേടിക്കാൻ പറ്റുന്ന ഒരു സമയം. ഇത് പെണ്ണുങ്ങളുടെയൊക്കെ ഏറ്റവും ഒരു ഇഷ്ടപ്പെട്ട ഒരു ഷോപ്പിംഗ് തന്നെയായിരിക്കും ഈ ഒരു ഷോപ്പിംഗ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് പോകുന്നത്. അനൂപും അമ്മയെക്കുട്ടനും ഉണ്ട്. അപ്പോൾ ഈ നോൺസ്ട്രോമിൻ്റെ ഷോറൂം ഫുള്ള് അവരൊരു ക്രിസ്മസ് തീമിൽ ഡെക്കർ ചെയ്ത് വെച്ചിട്ടുണ്ട്. DJ ഒക്കെ ഉണ്ട്. നല്ലൊരു ഭംഗി, ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ഒരു പിങ്കിഷ് കളറിലൊക്കെ വെച്ചിട്ടുണ്ട്. അത് നല്ലൊരു വെറൈറ്റി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അമ്മയെക്കുട്ടൻ പോയി ഒരു ഹോട്ട് ചോക്ലേറ്റ്, അവന് ബോറടിക്കുമല്ലോ എന്ന് വിചാരിച്ച് അവൻ ആദ്യം തന്നെ അത് പോയി മേടിക്കുന്നുണ്ട്. ബോറടിക്കുമെങ്കിൽ അമ്മയെക്കുട്ടൻ കുറച്ച് സഹകരിക്കുന്ന കൂട്ടത്തിലുള്ളൊരു ആളാണ് കേട്ടോ. അപ്പം ആദ്യം തന്നെ ബോബി ബ്രൗണിൻ്റെ ആ ഒരു സെക്ഷനിലോട്ടാണ് പോകുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ കുറേ പ്രോഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട്സ് ഉള്ള സാധനങ്ങളാണ്. അതായത് മിക്ക പ്രോഡക്ട്സും എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടാണ് തോന്നിയത്. ഈ റീൽസ് ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട്, മേക്കപ്പ് സാധനങ്ങൾ അത്യാവശ്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ ഇങ്ങനെ മേടിച്ച് വെക്കുമ്പോഴത്തേക്ക് അത് ആ ഒരു ഇയറിൽ ഫുള്ള് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും, നമുക്ക് ആവശ്യമുള്ളത് മേടിക്കാനും പറ്റും. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ഈ ബോബി ബ്രൗണിൻ്റെ സെക്ഷനിലാണ് നമ്മളിപ്പോൾ ആദ്യം വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ സാധാരണ മാക്കിൻ്റെ ഫൗണ്ടേഷനാണ് എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഞാനൊന്ന് മാറ്റിപ്പിടിക്കാമല്ലോ എന്ന് വിചാരിച്ചു ബോബി ബ്രൗണിൻ്റെ ഒരു ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട്. കളർ കയ്യിലിട്ട് നോക്കിയിട്ട് തന്നെയാണ് എടുത്തത്. അല്ലാതെ ടെസ്റ്റ് ചെയ്യാൻ അവിടെ ആളുണ്ടെങ്കിലും ഞാൻ അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ നോക്കില്ല. നമ്മുടെ കയ്യിൽ തന്നെ ഇട്ടിട്ട് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവും ഏത് കളറാണ് നമുക്ക് സ്യൂട്ടാവുന്നുണ്ടെന്ന്. എന്നിട്ട് പിന്നെ ക്ലെൻസ് ചെയ്തുകൊണ്ടിരുന്നാൽ മതിയല്ലോ. പിന്നെ ഏറ്റവും മെയിനായിട്ട് ബോബി ബ്രൗണിൻ്റെ സെക്ഷനിൽ വന്നത് ലിപ്സ്റ്റിക്ക് എടുക്കാനാണ്. നല്ലൊരു കിടില ന്യൂഡ് ഷെയ്ഡ്സും മാത്രമല്ല ചുണ്ട് ഭയങ്കര മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വയ്ക്കുന്ന ലിപ്സ്റ്റിക്സാണ് ബോബി ബ്രൗണിൻ്റെത്. ഞാൻ സോഫ്റ്റ് ബെറി എന്ന് പറയുന്ന ഒരു കളർ ആണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ എടുത്തത്. അപ്പോൾ ഇപ്പോഴും ഞാൻ അത് എടുക്കുന്നുണ്ട്. പിന്നെ ഫൗണ്ടേഷൻ എടുത്തു കേട്ടോ, 2 ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബോബി ബ്രൗണിൻ്റെ വൈറ്റമിൻ എൻറിച്ച്ഡ് ഫേസ് ക്രീം ഭയങ്കര റിസൾട്ട് തരുന്ന ഒരു ഭയങ്കര കിടില ഒരു ക്രീമാണ് കേട്ടോ. നമ്മൾ വേറെ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ ഇതിട്ടിട്ട് നമ്മൾ ഐലൈനറൊക്കെ വരച്ച് പോയാലും നല്ലൊരു സ്മൂത്ത് ഫിനിഷ് കിട്ടും. അപ്പം ഓരോ സെക്ഷനിലും ഓരോ സാധനം എടുത്തിട്ട് അവിടെ തന്നെ ബില്ലടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ സോഫ്റ്റ് ബെറി ലിപ്സ്റ്റിക്ക് എടുത്തു കേട്ടോ. 2 കൊണ്ട് എടുത്തു. സ്മിത വേറൊരു കളറും എടുത്തു. നല്ലൊരു ഗ്ലോയി ഫിനിഷാണ് ഈ ബോബി ബ്രൗണിൻ്റെത് നമുക്ക് തരുന്നത്. അപ്പോൾ അവർ തന്നെ നമ്മൾ എത്രയോ കോസ്റ്റിന് മീതെ പർച്ചേസ് ചെയ്ത് അവർ ഗിഫ്റ്റ് തരും. അപ്പം എനിക്ക് അവർ ട്രാവൽ ബാഗാണ് തന്നത്, നമ്മുടെ കോസ്മെറ്റിക്സ് ഇട്ട് വയ്ക്കാനുള്ള. ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ വർഷം എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ഒരു ട്രാവൽ ബാഗ് അന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ അത് മതി എന്ന് പറഞ്ഞു. വേറെ ലിപ് ലൈനറോ എന്തോ വേണമെന്ന് വെച്ചപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇതാണ് ചൂസ് ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് മാക്കിൻ്റെ ആ ഒരു സെക്ഷനിലാണ്. മെയിനായിട്ട് ഞാൻ പോയത് മാക്കിൻ്റെ ലിപ്പ് ലൈനർ എനിക്ക് വേണമായിരുന്നു. പക്ഷേ ആദ്യം എടുത്തത് നമ്മുടെ ഐയുടെ ആയിപ്പോയി. അപ്പോൾ അത് ലിപ്പ് ലൈനർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ലിപ്പിന് എന്ന് വെച്ചാൽ കറക്റ്റ് ലിപ്പ് ലൈനർ വെച്ച് വരയ്ക്കുമ്പോൾ കറക്റ്റ് ഷേപ്പ് വരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പണ്ടൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുമ്പോൾ ആൾക്കാരിങ്ങനെ കളിയാക്കുമായിരുന്നു, ഇങ്ങനെ എന്തോ കോടിയതാണോ, ചുണ്ട് കോടിയതാണോ എന്ന്. അത് നേരിട്ട് കാണുമ്പോൾ കോടിയതാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ ലിപ്പ് ലൈനർ ഇട്ട് നല്ലതായിട്ട് ലൈൻ ചെയ്ത് വരച്ചാൽ എന്തോ ആ ഒരു പ്രശ്നം എനിക്ക് മാറിയതുപോലെ തോന്നിയിട്ടുണ്ട്. അതിൽ ഡാർക്ക് ഒരു ബ്രൗൺ കളറ്, ലൈറ്റ് ഒരു ഓറഞ്ച് കളർ പോലത്തെയാണ് ലിപ്പ് ലൈനർ എടുത്തത്. പിന്നെ മെയിനായിട്ട് ഞാൻ ഫൗണ്ടേഷൻ മാക്കിൻ്റെത് ഇപ്പോഴും എടുത്തു. കാര്യം യൂസ്ഫുള്ളാണ് ആക്ച്വലി. മാക്കിൻ്റെ കളറ് NC38 ആണ് എൻ്റെ കളറ്. അത് പണ്ട് ടെസ്റ്റ് ചെയ്തതാണ് കേട്ടോ. പിന്നെ NC40 ആണ് കോമ്പാക്റ്റ്. NC38 ഫൗണ്ടേഷൻ ആൻഡ് NC40 കോമ്പാക്റ്റ് അതെടുത്തിട്ടുണ്ട്. പിന്നെ നാട്ടിൽ പോവുകയാണെങ്കിൽ ചേച്ചിക്ക് കൊടുക്കാനും ഫൗണ്ടേഷനും മറ്റേ ബോബി ബ്രൗണിൻ്റെ ക്രീമും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫൗണ്ടേഷൻ എടുത്തു, ഇതെടുത്തു, ലിപ്പ് ലൈനർ എടുത്തു, പിന്നെ ഒരു ഐബ്രോസ് ഇത് ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റിക്കും എടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലഷും എനിക്ക് മാക്കിൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ ഒരു ടൈപ്പാണ് ഞാൻ എടുത്തത്. പൗഡർ ടൈപ്പും ഉണ്ട്, പക്ഷേ ഈ ഒരു ടൈപ്പാണ് നല്ല മുഖത്ത് നല്ല ഇങ്ങനെ ഫിനിഷിങ് ഇട്ട് എടുക്കുന്നത്. അപ്പോൾ അവിടെയും ഇതുപോലെ സെപ്പറേറ്റ് നമ്മൾ പേയ്മെൻറ്റൊക്കെ നടത്തിയിട്ട് ഞാൻ അടുത്ത സെക്ഷനിലോട്ട് പോകുന്നതാണ്. അതാണ് എൻ്റെ മുഖത്തിൻ്റെ സെറം. അത് എനിക്ക് കഴിഞ്ഞ വർഷം തൊട്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ്സൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഇപ്പം സെറം മാത്രമല്ല അതിൻ്റെയും കൂടെ ഒരു ക്രീമും കൂടെ എടുത്തു.
ക്രീമും അതായത് സെറം ഭയങ്കര യൂസ്ഫുൾ. അപ്പോൾ ത്രിഷ് മേഘവോയ് ആണ് അതിൻ്റെ ബ്രാൻഡ് നെയിം. ആക്ച്വലി അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. ഞാൻ പണ്ട് അങ്ങനത്തെ ഇങ്ങനെ സ്കിൻ കെയർ റൂട്ടീനൊന്നും ചെയ്യുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. പക്ഷേ ഇപ്പം നമ്മൾ ആഫ്റ്റർ 30s ഇതൊക്കെ ചെയ്താലേ നമ്മുടെ സ്കിന്നൊക്കെ ഒരുവിധം നല്ലപോലെയൊക്കെ നിൽക്കത്തുള്ളൂ. അപ്പം ഞാൻ ഒരു ക്രീമും കൂടെ എടുത്തു കേട്ടോ, മോയ്സ്ചറൈസർ അതിൻ്റെ തന്നെ ഉള്ളത്. പിന്നെ നമ്മുടെ ഒരു റിമൂവിങ് പാഡും ആണോ എന്ന് വെച്ചിട്ട് മറ്റേ ഫേസ് ക്ലെൻസ് ചെയ്യുന്ന അത് ഞാൻ എടുത്തില്ല. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടായത് എനിക്ക് ഗുജിയുടെ കുറച്ച് സാധനങ്ങളുടെ കളക്ഷൻ ഉണ്ട് കേട്ടോ. അത് ഞാൻ ഇനി വേറൊരു വീഡിയോയിൽ കാണിക്കാം. ഇന്ന് ഞാൻ വിചാരിച്ചു ഗുജിയുടെ പെർഫ്യൂമിൻ്റെ ഒരു സെറ്റ് എടുത്താലോ എന്ന്. ഭയങ്കര നല്ലൊരു ഒരു എലഗൻ സ്മെല്ലാണ് കേട്ടോ. ഭയങ്കര എനിക്കിങ്ങനെ പെർഫ്യൂം അധികം കത്തിക്കയറി പോകുന്ന സ്മെല്ലൊന്നും എനിക്കിഷ്ടമല്ല. പക്ഷേ എനിക്ക് ഈ ഷൂവിൻ്റെ ഒരു ഭംഗി ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ അതെടുത്തില്ല. ഞാനങ്ങനെ നമ്മുടെ ഗുജിയുടെ പെർഫ്യൂമും എടുത്ത് ഞങ്ങളങ്ങനെ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കുറച്ച് ഭയങ്കര ഒരു സന്തോഷം തരുന്നൊരു ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ. നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു. നല്ലൊരു ഷോപ്പിംഗ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് തിരിച്ചു പോന്നു. അപ്പം അവസാനം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ കേട്ടോ. നിങ്ങൾ പേരൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇതെല്ലാമാണ് ഞാൻ മേടിച്ചത്. അതിൽ എക്സ്ട്രാ ഓരോന്ന് മേടിച്ചത് ഞാൻ നാട്ടിൽ പോകണമെങ്കിൽ ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഭയങ്കര നല്ലൊരു കൂൾ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് എല്ലാവർക്കും ഹാപ്പി ഹോളിഡേയ്സ്.